നമസ്കാരം. നാളെ ജൂലൈ 14 തിങ്കളാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. നാളെ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാണ്. അഭീഷ്ടപ്രാപ്തി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കർമ്മഗുണം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. തൊഴിലിടത്തിൽ നിങ്ങൾക്ക് അതീശത്വം പുലർത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൊഴിൽ സംബന്ധമായി വന്നു ചേരുക. ബിസിനസ് സംബന്ധമായും ഇത്തരം അനുകൂലമായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് ചിട്ടി, അധ്വാനത്തിന്റെ വേതനം എന്നിങ്ങനെ ധനാഗമം വന്ന് ചേരാവുന്നതായ സമയം കൂടിയാണ് ഇന്നേ ദിവസം എന്നുള്ളതാണ്. പ്രശംസ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും മനസന്തോഷം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. തൊഴിൽപരമായി സംതൃപ്തി വന്ന് ചേരുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ പലവിധ തടസ്സങ്ങളുണ്ടാകും എങ്കിലും അതെല്ലാം അഭിമുഖീകരിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കാര്യസാധ്യം, ശുഭവാർത്ത തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദിവസമാണ്. ഇത്തരത്തിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം. ജീവിത പുരോഗതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്നും കൊണ്ടുവരുവാൻ സാധിക്കുന്ന, അതായത് തടസ്സങ്ങളെ അകറ്റി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ നിങ്ങളിലുള്ള ആലസ്യം, മടി തുടങ്ങിയ കാര്യങ്ങൾ ഇതിന് തടസ്സമായി നിൽക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ആത്മവിശ്വാസപൂർവം തന്നെ അതെല്ലാം കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സാങ്കേതിക വിദ്യയിൽ പുതിയ അറിവ് നേടുവാൻ സാധിക്കും. കുടുംബ സൗഖ്യം കുറയില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം ആജ്ഞാശീലം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പഞ്ചമഭാവത്തിലെ കേതുവും കുജനും സന്താനഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. അനുകൂലമായ ഫലങ്ങൾ, സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസമായി തന്നെ മാറും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ്. അല്ലെങ്കിൽ പരമശിവനെ ഇന്നേ ദിവസം ഭജിക്കുന്നതും ഭഗവാന് വെളുത്ത പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമായി തീരും. ഇന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും നിർഭാഗ്യങ്ങളെ അകറ്റുവാനും സഹായകരമായി തീരും. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന ദിവസവും സഹപ്രവർത്തകരുമായി അനുകൂലമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. എന്നാൽ തർക്കങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കണം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ, പുതുകാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഇഷ്ടഭക്ഷണം ലഭിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. പല സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ ലഭിക്കുക, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മാനസിക ഉല്ലാസമുണ്ടാകുന്ന സമയമാകുന്നു.
കരുതിയതിനേക്കാൾ എളുപ്പത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സാധിക്കും. കൂടാതെ ഓഫീസുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പല കാര്യങ്ങളിലും വ്യക്തത കൈവരിക്കുവാൻ സാധിക്കുക, ഉപദേശങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം മേന്മ വർദ്ധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും പദവികൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. സമ്മർദ്ദങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലുമുള്ള ജോലിക്കായുള്ള അപേക്ഷകൾ പോലും പരിഗണിക്കപ്പെടുന്ന സമയമാണ്. കുടുംബസൗഖ്യം വന്നു ചേരാം. കലാകാരന്മാർക്കും അനുകൂലമായ ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. സാധിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയോ കൂവളമാലയോ നടത്തി കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. പിൻവിളക്ക് കൂടി നടത്തുക. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശങ്കകൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭംഗിയായി മറികടക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും പുതിയ ആശയങ്ങൾ കടന്നു വരികയും അതിന് അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതായ ഒരു ദിവസമായി മാറാം. ചില തടസ്സങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കും. മനസ്സ് മടുക്കുന്നതായ ചില കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശ്വാസം ലഭിക്കുന്നതായ ദിവസമാണ്. കുടുംബത്തിനായി വേണ്ട പോലെ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതായ അവസരങ്ങൾ കൈവരികയോ മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലഭിക്കാനുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചെലവുകൾ അധികരിക്കും എങ്കിലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസമാണ്. അതല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരാം. ദൗത്യങ്ങൾ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കും. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യേണ്ടതായ ഒരു ദിവസം കൂടിയായി മാറും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ് എങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് മാത്രം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. നിങ്ങൾക്കും വ്യക്തമായ ധാരണ അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ചെയ്യുന്നതായ പ്രവൃത്തികൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് കൂവളമാലയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ ശുഭകരമാക്കി തീർക്കും. ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. പൊതുവിൽ ഭാഗ്യം അനുകൂലമാകുന്ന ഒരു ദിവസമാണ് എങ്കിൽ പോലും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പമൊന്ന് മാറി തുടങ്ങുന്ന സമയമാണ്. പല കാര്യങ്ങളിലും തിടുക്കവും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം. പല കാര്യങ്ങളിലും ആശ്വാസം, ആഹ്ലാദം ലഭിക്കുന്ന ദിവസമാണ്. പിണക്കങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എങ്കിലും ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് അമിതമായ ജോലിഭാരം ഉണ്ടാകുവാനുള്ള സാധ്യത ഇന്നേ ദിവസം പൊതുവിൽ അല്പം കുറവായിരിക്കും. എന്നിരുന്നാലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കർമ്മഗുണം കുറയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പുതിയ ചില കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് പലരുടെയും സഹായം ലഭിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു.
ഇന്നേ ദിവസം ചിലരോട് കയർക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. എന്നാൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ ശുഭം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പരസ്യ ശാസനകൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പണം ലഭിക്കുന്നതായ ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മേന്മ വർദ്ധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഒപ്പമുള്ളവരുടെ പിന്തുണ, സഹകരണം ലഭിക്കുന്ന ഒരു ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യസാധ്യം പ്രതീക്ഷിക്കുകയും ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടുന്നതായ ദിവസമാകുന്നു. യാത്രകൾ ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുടെ എങ്കിൽ അത് പരിഹരിക്കാൻ പോലും സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ സൗഖ്യം, ഗൃഹസ്വസ്ഥത വന്നു ചേരാവുന്ന ഒരു ദിവസം തന്നെയാണ്. ഇഷ്ട സുഹൃത്തിനെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ആപത്തുകളെ തരണം ചെയ്യാൻ സാധിക്കും. എങ്കിൽ പോലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാകുന്നു. ധനപരമായ ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. എങ്കിലും സഹായങ്ങൾ ഇന്നേ ദിവസം ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ കൂവളമാലയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ ശുഭകരമാക്കി തീർക്കും. ഇന്നേ ദിവസം പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കുന്നതും അതും ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ്. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.